നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ ഹബീബി എന്നും റീക്കനാണ്. നമ്മൾ ആഴ്ചയിൽ 6 ദിവസം ജോലിയൊക്കെ ചെയ്തിട്ട് ടെൻഷനൊക്കെ അടിച്ചിരിക്കുന്ന സമയത്ത് ഇതുപോലെ വണ്ടിയൊക്കെ എടുത്തിട്ട് നേരെ ഫുജേറയിലേക്കോ അല്ലെങ്കിൽ റാസൽ ഖൈമയ്ക്ക് ഇറങ്ങി. ഇന്ന് റാസൽ ഖൈമയുടെ തന്നെ ഒരു ടെറിട്ടറി ഫുജേറയിലേക്ക് കയറി കിടക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അത് വാദി സ്ഫിനി എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പോൾ വാദി സ്ഫിനി തന്നെയുള്ള വാദി സ്ഫിനി എന്ന് പറയപ്പെടുന്ന മസ്രയിലാണ് ഇന്ന് വന്നിരിക്കുന്നത്. മസ്രയുടെ വിശേഷങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നതാണ്. ഇത് എൻ്റെ പിറയിൽ കാണാം, ഇവിടുത്തെ കൃഷിയിടമാണ് കാണുന്നത്. ഈ ഫാം ഹൗസിൽ തന്നെയുള്ള ഒരു കൃഷിയിടമാണിത്. കുറേ കാലമായി ഈ കൃഷിക്കും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് ഇതുപോലത്തെ ഒരു ടില്ലർ കണ്ടിട്ട്. സംഭവം കൊച്ചു ടില്ലറാണ്, ചെറിയൊരു ഫാം ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ചെറിയൊരു ടില്ലർ നമുക്കിവിടെ കാണാവുന്നതാണ്. ഈ ഫാം ഹൗസിൻ്റെ ഗേറ്റിൽ നിന്ന് തുടങ്ങിയിട്ട് ഈ ഫാം ഹൗസ് എത്തുന്നവരെ കുറച്ച് ദൂരമുള്ളൂ. എന്നിരുന്നാലും ആ വഴിയുടെ 2 സൈഡിലും ഇതുപോലെ പാം ട്രീസ് ഈന്തപ്പന വെച്ച് പിടിപ്പിച്ചേക്കണു. മാത്രമല്ല അവിടെ ഈ ബുഷ് ചെടികളില്ലേ, അങ്ങനത്തെ ചെടികളൊക്കെ വെട്ടി നല്ല ഭംഗിയിൽ ഇരുവശങ്ങളിൽ നിർത്തിയിട്ടുണ്ട്. അതൊക്കെ ഇവിടുത്തെ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ഹൈലൈറ്റാണ്. അങ്ങനെ ഗേറ്റിൽ നിന്ന് കുറച്ച് പോന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ഇതുപോലെ ഒരല്പം കയറ്റത്തോട് കൂടിയിട്ട് നമ്മളുടെ ഈ ഫാം ഹൗസിൻ്റെ എൻട്രൻസ് കാണാം. അങ്ങനെ എൻട്രൻസിൻ്റെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സൈഡിൽ വെള്ളത്തിൻ്റെ ശബ്ദം കേട്ടത്. ഇതോ വലത്തോട്ട് നോക്കിയപ്പോൾ അവിടെ ഒരു ചെറിയൊരു ടാങ്ക് കെട്ടിയിട്ടുണ്ട്. അതിലേക്ക് ഇങ്ങനെ വെള്ളം വീണ കാണാം, കണ്ടോ? ഇതിൽ മത്സ്യമൊന്നും കാണുന്നില്ല. ഇങ്ങനെ ഒരു ടാങ്ക് കെട്ടിയിട്ടുണ്ട്. അതിനകത്ത് വെള്ളം ഇവർ സംഭരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടി വെള്ളം സംഭരിക്കുന്ന ഒരു ടാങ്കാണെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ എൻട്രൻസിലെത്തി. ഇതാ മുന്നിൽ കാണുന്നത് ഒരു ചെറിയൊരു വാട്ടർ ഫീച്ചർ. അതിനകത്ത് ഡോൾഫിൻസൊക്കെ ഉള്ള ഒരു വാട്ടർ ഫീച്ചറും തൊട്ട് ചേർന്നിട്ട് ഒരു ഹോഴ്സിൻ്റെ സ്റ്റാച്യു. പിന്നെ ഇതാ ഇവിടെ കാണാമല്ലോ, ഇവിടെ ഈ ഫാമിൽ ഒരു ചെറിയ സിറ്റിംഗ് ഏരിയ അവർ തയ്യാറാക്കിയിട്ടുണ്ട്. അവിടെ ലോണിൽ സിറ്റിംഗ് ഏരിയ ഉണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് സൊറയൊക്കെ പറഞ്ഞിരിക്കാൻ വേണ്ടി ഒരു ബെസ്റ്റ് ഒരു സ്പോട്ട് കൂടി അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ടെൻറ്റ് പോലെ തന്നെയാണ് അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ അതുക്കും മേലെ നമുക്ക് സൊറ പറയണമെങ്കിൽ ഇതാ അതിൻ്റെ മുകളിൽ ഒരു സിറ്റിംഗ് ഏരിയ ഉണ്ട്. അതിനോട് ചേർന്നൊരു ബെഡ്റൂം ഉണ്ട്. ഇതിൻ്റെ താഴെ ഒരു മജ്ലിസ് ഉണ്ട്. ഈ മജ്ലിസിലെ വിശേഷങ്ങൾക്ക് ശേഷം നമുക്ക് മുകളിലെ ബെഡ്റൂം ഒന്ന് പോയി കണ്ടു കളയാം. അപ്പോൾ നമുക്ക് നേരെ ആദ്യം ഇവിടുത്തെ മജ്ലിസ് ഒന്ന് കണ്ടുകളയാം. സംഭവം വിചാരിച്ചതിനേക്കാളും അടിപൊളിയാണ്. സംഭവം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു മജ്ലിസാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഒരു 10-25 പേർക്ക് നോക്കിയേ, ഒരു 10-25 പേർക്ക് സുഖമായിട്ടിരിക്കാൻ പറ്റാവുന്ന ഒരു മജ്ലിസാണിത്. മാത്രമല്ല ഇവിടുത്തെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. എൻ്റെ സീലിങ്ങൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. മുകളിലത്തെ ബെഡ്റൂമിലേക്ക് പോകുന്ന ആ സ്റ്റെപ്സ് ഉണ്ടല്ലോ, അതും നല്ല ഭംഗിയായിട്ട് ആർട്ടിസ്റ്റിക് ആയിട്ട് തന്നെയാണ് അവർ ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. നല്ല ഭംഗി. പിന്നെ അത് കയറുന്ന സമയത്ത് എൻ്റെ കൈവിരി കണ്ടോ, നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അതാ ഇതിൻ്റെ താഴെയുള്ള ഒരു ഗാർഡൻ കണ്ടോ, എന്ത് ഭംഗിയിലാണ് അവരെ ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് നോക്കി. അവിടെ ഒരു കൊച്ചു ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ട്, കാണാമല്ലോ. അത് നമുക്കത് പോയി കണ്ടുകളയാം. അതിനു മുമ്പ് നമുക്ക് ഈ ഒരു ബെഡ്റൂം ഒന്ന് കണ്ടിട്ടാവാം ബാക്കി വിശേഷം. അങ്ങനെ നമ്മളിതാ ബെഡ്റൂമിലേക്ക് കയറാണ്. ഡോറ് തുറന്നു. ഇതാ മുമ്പിൽ കാണാണ് ബെഡ്. ഇതേ സൈഡിലൊരു സ്ലൈഡിങ് കബോർഡ് ഉണ്ട്. ഈ കാണുന്ന സീലിംഗ്, ഇതാ കാണുന്ന ഡ്രസ്സിങ് ടേബിള്, TV, എല്ലാ സൗകര്യങ്ങളും ഈ റൂമിലുണ്ട്. നേരെ പുറത്തേക്ക് പോവാണ്. പുറത്ത് ഇതാ ഒരു ചെറിയൊരു സിറ്റിംഗ് ഏരിയ ഇവിടെയുണ്ട്. നല്ല ഭംഗിയായിട്ട് ഹാൻഡ് റെയിലും കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നാൽ തന്നെ ഈ ഒരു പ്രദേശത്തിൻ്റെ ഭംഗി നമുക്ക് ആസ്വദിക്കാം. ഇതാ ഈ ഫാമിൻ്റെ ടോപ്പ് വ്യൂ എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് നിന്നാൽ. അതുപോലെ ഈ പ്രദേശത്തിൻ്റെ തന്നെ ഭംഗി കാണാൻ പറ്റും കേട്ടോ. എന്ത് ഭംഗി നോക്കി ഇവിടെ നിന്ന് കാണുമ്പോൾ ആ ആകാശമൊക്കെ നിൽക്കുന്നത്. ഇന്നൊരു റെയിനി ടൈം ആയതുകൊണ്ട് മഴ കാലത്ത് വന്നപ്പോൾ തന്നെ എനിക്ക് കിട്ടി. ഇതാ ഇപ്പോഴും ആകാശമൊക്കെ ഇരുണ്ടാണ് നിൽക്കുന്നത്. പക്ഷെ എന്നിരുന്നാലും നല്ല ഭംഗിയും കൂടിയാണ്. നമ്മളങ്ങനെ ഈ ഫാം ഹൗസിലെ അക്കോമഡേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വില്ലയിലേക്ക് കയറാണ്. നല്ല ഭംഗിയായിട്ട് തന്നെയാണ് വില്ലയുടെ മുൻവശം അവർ ചെയ്തിരിക്കുന്നത്. നേരെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഒരു ചെറിയൊരു മജ്ലിസ് പോലെയാണ് എൻ്റെ എൻട്രൻസിൽ അവരുടെ പ്രധാന ഹോൾ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിനോട് ചേർന്നിട്ട് നമുക്കൊരു 3 ഡോറ് കാണാം. ഇതൊരു ബെഡ്റൂമാണ്. ബെഡ്റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 സിംഗിൾ ബെഡ് വരുന്ന വിധത്തിലുള്ള ആദ്യത്തെ ബെഡ്റൂം. അതുപോലെ തന്നെ മറ്റൊരു ബെഡ്റൂം അതിനോട് ചേർന്ന് തന്നെ കാണാം. ഇതിലും 3 സിംഗിൾ ബെഡ് തന്നെയാണ് വരുന്നത്. പിന്നെ ഇതിനോട് ചേർന്ന് അടുത്തതായിട്ടൊരു വാഷ്റൂമാണ് വരുന്നത്. അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ട്. നല്ലൊരു വലിയൊരു വാഷ്റൂമാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ ഈ വില്ലയുടെ മുകളിലേക്കുള്ള എൻട്രൻസാണ്. ഈ ഡോറ് തുറന്ന് നേരെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റെയർ കേസസ് കാണാം. ഈ സ്റ്റെയർ കേസസ് വഴി നമ്മൾക്ക് നേരെ മുകളിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ
നല്ല ഭംഗിയുള്ള ഒരു മജ്ലിസ് തന്നെയാണ് അവർ കയറി ചെല്ലുമ്പോൾ ആദ്യം അവർ ഒരുക്കിയിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു മജ്ലിസ് ഉണ്ട്. ഇവിടെ സോഫ ടൈപ്പാണ്. പിന്നെ ഇവിടെ ഒരു നല്ല ഭംഗിയുള്ളൊരു മജ്ലിസ് കാണാം. അതിനോട് ചേർന്ന് ആദ്യം വരുന്നൊരു ബെഡ്റൂമാണ്. ഇതോ ആദ്യത്തെ ബെഡ്റൂം. ബെഡ്റൂമിനോട് ചേർന്നൊരു വാഷ്റൂമും ഉണ്ട്. അതുപോലെ ഇവിടെ നിന്ന് ഒരു വാഷ്റൂം കാണാം. അത് ഹാളിൽ നിന്നുള്ളതാണ്. അതുപോലെ മറ്റൊരു ബെഡ്റൂമാണ് ഈ കാണുന്നത്. ഇതൊക്കെയാണ് നമ്മളുടെ ഈ വില്ലയുടെ വിശേഷങ്ങൾ. അപ്പോൾ ഈ വില്ലയിൽ നമ്മൾ മൊത്തം 2 ബെഡ്റൂമാണ് കണ്ടത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ഹോഴ്സിൻ്റെ ബാക്കിലുള്ള ഈ ഗ്ലാസ് ബിൽഡിംഗ് എന്താണെന്ന്. സംഭവം വേറെ ഒന്നല്ല, ഇവിടുത്തെ ഒരു അടിപൊളി ഒരു സ്വിമ്മിംഗ് പൂളാണ്. നമുക്കിതൊന്ന് അകത്തോട്ട് കയറി നോക്കാം എങ്ങനെയാണ് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂളിൻ്റെ സിറ്റുവേഷൻ എന്ന്. ഓക്കെ, ഇതാണ് എൻ്റെ ഡോറ്. നമ്മൾ തുറന്നിട്ട് അകത്തോട്ട് കയറി കഴിഞ്ഞാൽ അടിപൊളിയായിട്ടൊരു സ്വിമ്മിംഗ് പൂൾ നമുക്കിവിടെ കാണാം. നല്ല ഭംഗിയായിട്ട് തന്നെ അവർ ഈ സ്വിമ്മിംഗ് പൂൾ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. കാണാലോ അല്ലേ? നമ്മളിവിടുത്തെ ഗാർഡനിൽ കൂടെ ഒന്ന് പതുക്കെ നടക്കുകയാണ്. അപ്പോൾ ഈ വഴിക്ക് പോകുമ്പോൾ നമുക്കിവിടെ ഇവർ ആടും അതുപോലെ അരയന്നം, മയിൽ ഒക്കെ ഉണ്ടാക്കി വെച്ചാൽ കാണാം. എന്താ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ഇവിടുത്തെ ഈ ഫാം ഹൗസ് സെറ്റ് ചെയ്തേക്കുന്നത്. ഈ മനോഹരമായിട്ടുള്ള ഗാർഡനോട് ചേർന്ന് തന്നെയാണ് ഇവരുടെ ബാർബിക്യൂ സ്റ്റേഷനും മജ്ലിസും കാര്യങ്ങളൊക്കെ ഇവർ സെറ്റ് ചെയ്തേക്കുന്നത്. അതായത് ഇവിടെ തന്നെ നമുക്ക് ബാർബിക്യൂ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇതാ അതിനുള്ള ബാർബിക്യൂ സ്റ്റേഷനാണ് ഈ കാണുന്നത്. അല്ല ഇനിയിപ്പം എന്തെങ്കിലും മന്തി സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കിവിടെ തന്നെ കുക്ക് ചെയ്യാവുന്നതാണ്. അതിനുള്ള ഗ്യാസും സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇനി ഈ സ്റ്റേഷൻ പോരെങ്കിൽ അതിന് വേണ്ട അഡീഷണൽ ആയിട്ടുള്ള ബാർബിക്യൂവിൻ്റെ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ചേർന്ന് തന്നെ നിങ്ങൾക്ക് വെള്ളം അതുപോലെ AC പിന്നെ കൂളർ കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ നമുക്ക് കുക്കിംഗ് കഴിഞ്ഞ് ചൂടോട് കൂടി തന്നെ കഴിക്കാനായിട്ട് ഇതിനോട് ചേർന്ന് തന്നെ ഒരു മജ്ലിസ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു മജ്ലിസും കൂടിയാണ്. അപ്പോൾ നമ്മളിരുന്ന് ബാർബിക്യൂവും ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് അതിൻ്റെ മുമ്പിലെ വ്യൂ എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരു ഗാർഡനാണ്. നല്ല ഭംഗിയാണ്. അതുപോലെ ബാക്കിലാണെങ്കിൽ ഒരു മൗണ്ടൻ്റെ ഒരു വ്യൂ കൂടി ഉണ്ട്. നല്ല ഒരു അറ്റ്മോസ്ഫിയറാണ്. കാര്യങ്ങൾ അവിടെ കൊണ്ട് തീരുന്നില്ലിട്ട് അതിനോട് ചേർന്ന് തന്നെ ഒരു സിറ്റിംഗ് ഏരിയ, മാർബിളിൽ തീർത്തിരിക്കുന്ന ഒരു സിറ്റിംഗ് ഏരിയ ഉണ്ട്. ഒരു വാട്ടർ ഫൗണ്ടൻ നിങ്ങൾക്ക് കാണാം. അല്ല ഇനി കുട്ടികൾക്കൊക്കെ കളിക്കണമെങ്കിൽ അതിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയൊരു ഫുട്ബോൾ ഗ്രൗണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, ചെറിയൊരു ഫുട്ബോൾ ഗ്രൗണ്ടാണ്. കുട്ടികൾക്കൊക്കെ സുഖമായിട്ട് കളിക്കാവുന്ന ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ കൂടെയുണ്ട്. പിന്നെ അതല്ല ഇനി നിങ്ങൾക്ക് വോളിബോളാണ് കളിക്കണമെങ്കിൽ വോളിബോൾ കളിക്കാനുള്ള സൗകര്യവും അവരിവിടെ തീർത്തിട്ടുണ്ട്. ഇതും ഈ ഫാം ഹൗസിൽ തന്നെയുള്ള ഒരു സിറ്റിംഗ് ഏരിയയാണ്. ഇതിനോട് ചേർന്നൊരു ചെറിയൊരു വാട്ടർ ഫീച്ചർ അവരുണ്ടാക്കിയിട്ടുണ്ട്. വാട്ടർ ഫീച്ചർ വേറെ ഒന്നുമില്ല, വെള്ളം ഈ ഫാമിലൂടെ ഒഴുകി പോകുന്ന വിധത്തിൽ ഇവിടെ നിന്ന് വെള്ളം ആരംഭിച്ചിട്ട് ഈ കാണുന്ന ഒരു ചെറിയൊരു വഴിയിലൂടെ ഒഴുകി വേണം ഇത് താഴേക്ക് പോകാനായിട്ട്. ഈ ഫാമിൻ്റെ അങ്ങിങ്ങായിട്ട് മാവും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ വിചാരിക്കും നമ്മൾ ഈ ഫാമിലെ വിശേഷങ്ങളൊക്കെ തീർന്നു, ഇനി നമുക്കൊന്ന് ബൈ ബൈ പറയാം. അപ്പോഴാണ് നമ്മുടെ ബാക്ക് സൈഡിൽ മറ്റൊരു റൂം കണ്ടത്. നമുക്കിതൊന്ന് കയറി നോക്കാം എന്താണെന്ന്. ഇതിനകത്ത് കയറി നോക്കുമ്പോൾ നമുക്ക് കുട്ടികൾക്ക് വേണ്ട പൂൾ ടേബിളും തുടങ്ങിയിട്ടുള്ള വിശേഷങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. കണ്ട ഫുട്ബോളും പൂൾ ടേബിളും എല്ലാം നമുക്കിവിടെ കാണാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ കളിക്കാവുന്ന ഒരുപാട് ഗെയിംസ് ഇവിടെ ഫ്ലോറൊക്കെ സിന്തറ്റിക് റബ്ബർ കാര്യങ്ങൾ ഉപയോഗിച്ചാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കുട്ടികളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. അതുപോലെ സ്വിങ്ങും അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഇവിടെ കുട്ടികൾക്ക് വേണ്ടിയുള്ളത് കാണാവുന്നതാണ്. അതുപോലെ കുട്ടികളുടെ പ്ലേയിങ് ഏരിയയോട് ചേർന്ന് തന്നെ ഒരു ചെറിയൊരു സിറ്റിംഗ് ഏരിയ ഉണ്ട്. അത് മാത്രമല്ല, ഈ വേണമെങ്കിൽ അതിനോട് ചേർന്നൊരു മജ്ലിസും ഇവർ തയ്യാറാക്കിയിട്ടുണ്ട്.
ഇതാ ഈ കാണുന്ന മറ്റൊരു മനോഹരമായിട്ടുള്ളൊരു മജ്‌ലിസാണ്. ഇതിൻ്റെ റൂഫിംഗ് ഒക്കെ നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതൊന്നും പോരാത്തതിന് പുറത്ത് ഒരു ചെറിയൊരു സ്വിമ്മിംഗ് പൂളും കൂടി ഉണ്ട്. കുട്ടികൾക്കുള്ള കിഡ്സ് പൂൾ എന്ന് പറയാം. ആ പൂളിനോട് ചേർന്ന് ഒരു ചെറിയൊരു ഒട്ടകത്തിൻ്റെ സ്റ്റാച്യു ഉണ്ട്. അതായത് നമ്മുടെ ആ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിനോട് അല്ലെങ്കിൽ വോളിബോൾ ഗ്രൗണ്ടിനോട് ചേർന്ന് തന്നെയാണ് ഈ കാണുന്ന മറ്റൊരു അക്കോമഡേഷൻ അല്ലെങ്കിൽ ഒരു സ്റ്റേ വരുന്നത്. ഇതിൽ 2 ബെഡ്റൂമാണുള്ളത്. അതിൽ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് നമുക്കൊന്ന് കയറി നോക്കാം. ഇതിലും 3 സിംഗിൾ ബെഡാണ് വരുന്നത്. അതിനോട് അറ്റാച്ച്ഡ് വാഷ്റൂമും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. പിന്നെ അതുപോലെ മറ്റൊരു ബെഡ്റൂം. ഇതിൽ ഒരു കിങ് സൈസ് ബെഡാണ് വരുന്നത്. ഇതിലും അറ്റാച്ച്ഡ് വാഷ്റൂം കാണാവുന്നതാണ്. നമ്മൾ മലയാളികൾ വെള്ളവും പച്ചപ്പും കാര്യങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണല്ലേ. അപ്പോൾ ഞാൻ ഈ ഫാം ഹൗസിൽ വന്നപ്പോൾ ഞാൻ കുറച്ച് നേരം പറഞ്ഞു മാവുണ്ട് എന്നല്ലേ. അപ്പോൾ ഞാൻ ഈ ഒരു മാവ് തേടി നടക്കായിരുന്നു. പക്ഷേ പെട്ടെന്നാണ് നമ്മുടെ കണ്ണിൽ വന്ന് പെട്ടത്. സംഭവം വേറെ ഒന്നല്ല, അതേ ഞാൻ പറഞ്ഞ മാവാണ് ഈ കാണുന്നത്. കുറച്ചൊന്നല്ല കേട്ടോ, ഒരുപാട് മാങ്ങ ഈ മാവ് ഉണ്ടായി കിടക്കേണ്ടത്. ഇവിടെയൊക്കെ കാണാമല്ലോ അല്ലേ. ഇതൊക്കെ മാങ്ങയാണ്, എൻ്റെ പിറകിലൊക്കെ കാണാം. നിറയെ മാങ്ങയായിട്ടുള്ളൊരു മാവ് ഈ ഫാം ഹൗസിൽ കാണാൻ പറ്റും. ഗൈസ്, അപ്പോൾ വാദീസ് ഫിനി ഫാം ഹൗസിലെ വിശേഷങ്ങളെല്ലാം എന്താ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഹബീബി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഫാം ഹൗസ് ബുക്ക് ചെയ്യാനായിട്ടുള്ള നമ്പർ കാര്യങ്ങളൊക്കെ ഇവിടെ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. ബാക്കി എന്തെങ്കിലും നിങ്ങൾക്ക് അസിസ്റ്റൻസ് വേണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഗൈസ്, മറ്റൊരു വീഡിയോയുമായി വരെ ദിസ് ഇസ് റേക്കൻ മാത്യു സൈനിങ് ഓഫ്. മാസ്സലാമ.